ഒരു ദിവസം ദേവകി മടിയിൽ കിടത്തി പുത്രനെ ലാളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുത്രന് സാധാരണയിൽ കൂടുതൽ ഭാരമുള്ളതായി അവർക്ക് തോന്നി. എന്നാൽ അത് അത്ര ഗൗരവമുള്ളതായി കണക്കാക്കാതെ അവർ പുത്രനെ താഴെ കിടത്തി ഈശ്വരനാമം ജപിച്ചുകൊണ്ട് വീട്ടുജോലികളിൽ വ്യാപൃതയായി. ആ തക്കം നോക്കി കംസഭൃത്യനായ തൃണാവർത്തൻ എന്ന അസുരൻ ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ നന്ദഗൃഹത്തിലെത്തി. ഭഗവാനെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. കാറ്റിന്റെ ശക്തി കൊണ്ട് ആ പ്രദേശം മുഴുവൻ പൊടിപടലം കൊണ്ട് മൂടിയപ്പോൾ ആർക്കും ഒന്നും കാണാൻ പറ്റാതെയായി. യശോദ താൻ പുത്രനെ കിടത്തിയ സ്ഥാനത്ത് അവനെ കാണാതെ ഉച്ചത്തിൽ നിലവിളിച്ചു. അവിടെയുള്ള ഗോപന്മാരും ഗോപികമാരും ബാലനെ അന്വേഷിച്ച് കാണാതെ കൂട്ടക്കരച്ചിലായി. തൃണാവർത്തനാകട്ടെ അസുരരൂപവും കൈക്കൊണ്ട് ഭഗവാനെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നുവെങ്കിലും ഭഗവാന്റെ ഭാരം കൂടിക്കൂടി വന്ന് അവന് സഹിക്കാൻ വയ്യാത്ത നിലയിലെത്തി. ഭഗവാനാകട്ടെ അവന്റെ കഴുത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്തു. ഭഗവാന്റെ പിടിപിടിക്കാൻ കഴിയാതെ അവൻ ചേഷ്ടയറ്റ് തുറിച്ച കണ്ണുകളും പുറത്തേക്ക് നീട്ടിയ നാക്കുമായി ഒരു പാറമേൽ ശക്തിയായി പതിച്ച് ചത്തുപോയി. വീഴ്ച കൊണ്ട് അവന്റെ ശരീരം ചിന്നിച്ചിതറിപ്പോയി. ഭഗവാനായിട്ട് ഒരു പരുക്കം പറ്റാതെ അവൻ ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്നു. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.